പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. നാം അടുത്തത് രണ്ടാമത്തെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന. എന്താണ്? ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടനയെ പറ്റിയാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഏതാണെന്നറിയാമോ? ചൈന അല്ലേ? COVID-19 നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ചൈന. നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ചൈനയാണ് അല്ലേ? ജനസംഖ്യ ഏറ്റവും കൂടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. നാമും 7-8 വർഷം കഴിയുമ്പോഴേ ചൈനയെ മറികടക്കുമെന്നാണ് വാർത്തകളിൽ വരുന്ന വിവരങ്ങൾ. ഓക്കെ. ചൈന എന്ന് പറയുന്നത് ഒരു വികസിത രാഷ്ട്രമാണ്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് വികസിച്ചു കൊണ്ടിരിക്കുന്ന വികസ്വര രാഷ്ട്രമെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു രാജ്യത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എല്ലാ സാധനങ്ങളും നമ്മുടെ രാജ്യത്തും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ രാജ്യത്തിനില്ല. എന്നാൽ ചൈന അങ്ങനെയല്ല. അവരുടെ രാജ്യത്തിലെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അവരുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഇന്ത്യയിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ലഭ്യമല്ല. മനസ്സിലായോ? 2011 ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത്. 10 വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. ഇനി അടുത്ത വർഷത്തിലായിരിക്കും അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. ഇനി എന്താണ് ഡെമോഗ്രഫി? എന്താണ് ജനസംഖ്യാശാസ്ത്രം? എന്താണ് ജനസംഖ്യാശാസ്ത്രം? ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം. എന്താണ്? ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം. ഗ്രീക്ക് വാക്കുകളായ ഡെമോസ് എന്താണ്? ജനങ്ങൾ. ആൻഡ് ഗ്രാഫീൻ്റെ അർത്ഥം എന്താണ്? വിവരണം. ഈ 2 പദങ്ങൾ ചേർന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ഡെമോഗ്രഫി എന്ന പദം വന്നിട്ടുള്ളത്. ഗ്രീക്ക് വാക്കായ ഡെമോസിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ. ഗ്രാഫീൻ്റെ അർത്ഥം എന്താണ്? വിവരണം. ഈ 2 പദങ്ങൾ ചേർന്നാണ് ഏത് വന്നിട്ടുള്ളത്? ഡെമോഗ്രഫി അഥവാ ജനസംഖ്യാശാസ്ത്രം എന്ന പദത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ജനസംഖ്യയുടെ വലുപ്പത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ജനന മരണങ്ങളിലെയും കുടിയേറ്റത്തിലെയും മാതൃകകൾ, ജനസംഖ്യയുടെ ഘടന തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. തുടങ്ങിയ ഘടകങ്ങളാണ് ഇവിടെ പഠന വിധേയമാക്കുന്നത്. മനസ്സിലായോ? എന്തൊക്കെയാണ് ഡെമോഗ്രഫിയിൽ നാം പഠിക്കുന്നത്? ജനസംഖ്യയുടെ വലുപ്പം, ജനസംഖ്യയിലുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി, ജനനം, മരണം, കുടിയേറ്റങ്ങൾ, ഇവയെപ്പറ്റി നാം പഠിക്കുന്നു. അതുപോലെ ജനസംഖ്യയുടെ ഘടന തുടങ്ങിയ പല മേഖലകളും ഈ ഡെമോഗ്രഫിയിൽ ചർച്ച ചെയ്യുന്നു. ജനസംഖ്യാശാസ്ത്രത്തിൽ പഠന വിധേയമാക്കുന്നു. അടുത്തതായിട്ട് നാം പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡെമോഗ്രഫി. ജനസംഖ്യാശാസ്ത്രത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. അതിലെ ആദ്യത്തെ ഫോമാണ് ഫോർമൽ ഡെമോഗ്രഫി. എന്താണ്? ഫോർമൽ ഡെമോഗ്രഫി. ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. എന്താണ്? ഫോർമൽ ഡെമോഗ്രഫിയുടെ മലയാളം എന്താണ്? ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. ആദ്യത്തെ ടൈപ്പ് ഏതാണ്? ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. ജനസംഖ്യാശാസ്ത്രത്തെ നമുക്കിവിടെ 2ആയിട്ട് തിരിക്കാം. ആദ്യത്തേത് ഏതാണ്? ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. ഇതൊന്ന് നോക്കാം. അളവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അളവ്, കൃത്യമായിട്ടുള്ള അളവ് കാണും. അളവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ജനനം, മരണം, കുടിയേറ്റം, വിവാഹം തുടങ്ങിയവയുടെ ഗണിതശാസ്ത്രപരമായ പഠനമാണിത്. ഒരിക്കൽ കൂടെ പറയാം. ജനനം, മരണം, കുടിയേറ്റം, വിവാഹം തുടങ്ങിയവയുടെ ഗണിതശാസ്ത്രപരമായ പഠനമാണിത്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് സോഷ്യൽ ഡെമോഗ്രഫി. അടുത്തത് ഏതാണ്? സോഷ്യൽ ഡെമോഗ്രഫി, സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം.
ജനസംഖ്യാശാസ്ത്രം രണ്ടായിട്ട് തിരിക്കുന്നു. ആദ്യത്തേത് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം, അതുപോലെ രണ്ടാമത്തേത് അതാണ് സോഷ്യൽ ഡെമോഗ്രഫി അഥവാ സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം. സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജനസംഖ്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ജനസംഖ്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങൾക്കാണ് ഇത് പ്രധാനമായും ഊന്നൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത് കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. സെൻസസ് എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. എന്താണ് സെൻസസ്? നിങ്ങളുടെ വീട്ടിൽ സെൻസസ് എടുക്കാൻ ചില ഉദ്യോഗസ്ഥരൊക്കെ വന്നിരിക്കും. എന്താണ് സെൻസസ്? നമുക്ക് നോക്കാം. ജനസംഖ്യാശാസ്ത്രപരമായ എല്ലാ പഠനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സെൻസസ് അല്ലെങ്കിൽ സർവേകളാണ്. അതായത് കണക്കെടുപ്പാണ്, അതിൻ്റെ എണ്ണമെടുപ്പാണിത്. ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചിട്ടയോടെ ശേഖരിക്കുന്നതിന് ഈ പ്രക്രിയകൾ സഹായിക്കുന്നു. എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ചിട്ടയോടെ ശേഖരിക്കുന്നതിന് ഈ പ്രക്രിയകൾ സഹായിക്കുന്നു. അതായത് ഈ സർവേയും ഇതൊക്കെ എടുക്കുന്നത് സെൻസസ് ഒരു പ്രത്യേക പ്രദേശത്തുള്ള കാര്യങ്ങൾ അറിയുന്നതിന് എണ്ണമെടുപ്പാണ്. ജനങ്ങളുടെ എണ്ണമെടുക്കുന്നു. മനസ്സിലായോ? ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചിട്ടയോടെ ശേഖരിക്കുന്നതിന് ആണ് നമ്മൾ സെൻസസ് ഉപയോഗിക്കുന്നത്. എവിടെയാണ് ആദ്യത്തെ സെൻസസ് ആരംഭിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? അമേരിക്കയിലാണ്. 1790 ആദ്യത്തെ സെൻസസ് അമേരിക്കയിൽ നടക്കുന്നത്. 1862-72 കാലത്ത് ഇന്ത്യയിൽ സെൻസസ് ആരംഭിക്കുന്നുവെങ്കിലും അത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ആരംഭിച്ചത്. 1881 ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയപരവുമായിട്ടുള്ള സെൻസസ് നടന്നത്. എന്നാണ് 1881. 2011 ഏറ്റവും അവസാനത്തെ സെൻസസ് നടന്നത്. 2011 ഏറ്റവും ഒടുവിൽ സെൻസസ് നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് എവിടെയാണ്? ഇന്ത്യയിലാണ്. എന്തുകൊണ്ടെന്നാൽ ചൈനയിൽ കൃത്യമായിട്ടുള്ള സെൻസസ് നടക്കാറില്ല എന്നത് തന്നെയാണ് കാരണം. ഏറ്റവും ജനസംഖ്യ കൂടുതൽ ചൈനയിൽ, പക്ഷേ അവിടെ സെൻസസ് എടുക്കാറില്ല. അതുകൊണ്ട് രണ്ടാം സ്ഥാനമായിട്ടുള്ള ഇന്ത്യയിലാണ് ഏറ്റവും വലിയ സെൻസസ് നടക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ജനസംഖ്യാശാസ്ത്രത്തിലുള്ള തിയറികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ജനസംഖ്യാ വർധനവിനെക്കുറിച്ചുള്ള മാൽത്തീഷ്യൻ തിയറിയാണ് പ്രധാനപ്പെട്ടത്. അതിൽ നമുക്ക് മാൽത്തീഷ്യൻ തിയറി എന്താണെന്ന് നോക്കാം. മാൽത്തീഷ്യൻ സിദ്ധാന്തം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കിയേ, ദ മാൽത്തീഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ജനസംഖ്യാശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ സിദ്ധാന്തത്തിലൊന്ന് തോമസ് റോബർട്ട് മാൽത്തസ് എന്ന ശാസ്ത്രജ്ഞൻ്റേതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ എസ്സേ ഓൺ പോപ്പുലേഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ഉപജീവന മാർഗവും, അതായത് ഭക്ഷണം, വസ്ത്രം, അതുപോലെ കാർഷിക വിഭവങ്ങൾ, വളർച്ചാ നിരക്കിനേക്കാൾ വളരെ ഉയർന്ന നിരക്കിലാണ് ജനസംഖ്യയുടെ വളർച്ച. എന്താണ്? മനുഷ്യൻ്റെ ഉപജീവന മാർഗങ്ങളുടെ വളർച്ച നിരക്കിനേക്കാൾ വളരെ ഉയർന്ന നിരക്കാണ് ജനസംഖ്യ വളർച്ച. അതായത് ഭക്ഷണവും വസ്ത്രവും കാർഷിക വിഭവങ്ങളും കുറച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനേക്കാൾ ഉയർന്നതാണ് എന്തെന്ന് പറയുന്നത്? ജനസംഖ്യ വളർച്ച എന്ന് പറയുന്നത്. ജനസംഖ്യാ വർധനവിനനുസരിച്ച് ഭക്ഷ്യോൽപാദനം ഉണ്ടാകുന്നില്ല. ജനസംഖ്യയുടെ വർധനവ് അനുസരിച്ച് ഭക്ഷ്യ ഉൽപാദനം, നിരക്കിനനുസരിച്ചുള്ള ഭക്ഷണ വസ്തുക്കളും അതിനുള്ള അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ. ജനസംഖ്യാ വർധനവിനനുസരിച്ച് ഭക്ഷ്യോൽപാദനം ഉണ്ടാകുന്നില്ല. അതിനാൽ ലോകം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നത് ജാമതീയ ശ്രേണി പ്രകാരമാണ്
ജനസംഖ്യ വർദ്ധിക്കുന്നത്. എന്താണ് ജ്യാമിതീയ ശ്രേണി എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ നമുക്ക് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. എന്താണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ? അതായത് ഇരട്ടിക്കുന്നു. 2ൻ്റെ ഇരട്ടി എത്രയാണ്? 4. 4ൻ്റെ ഇരട്ടി എത്രയാണ്? 8. 8ൻ്റെ ഇരട്ടി എത്രയാണ്? 8 × 16. 16ൻ്റെ ഇരട്ടി എത്രയാണ്? 16 16 32. ഇങ്ങനെ ഇതാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഇതേ രീതിയിലാണ്, ഇരട്ടിച്ചിരട്ടിച്ച് വരുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നത് ജ്യാമിതീയ പ്രോഗ്രഷൻ, ജ്യാമിതീയ ശ്രേണി പ്രകാരമെന്നാണ് ഇവിടെ മാൽത്തസ് പറയുന്നത്. അതുപോലെ കാർഷിക ഉൽപ്പാദനം, വിഭവശേഷി എന്താണ് പറയുന്നത്? കാർഷിക ഉൽപ്പാദനം എന്ന് പറയുന്നത് സമാന്തര ശ്രേണി പ്രകാരമാണ്. എന്താണ് സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണി. അപ്പോൾ കാർഷിക ഉൽപ്പാദനം എന്ന് പറയുന്നത് സമാന്തര ശ്രേണി പ്രകാരം എന്നാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെയാണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ? 2, 4, 6, 8, 10 ഈ രീതിയിലാണ് പോകുന്നത്. പക്ഷെ ജിയോമെട്രിക് പ്രോഗ്രഷൻ ഏതാണ്? ജ്യാമിതീയ ശ്രേണി എങ്ങനെയാണ് പോകുന്നത്? 2, 4, 8, 16 ഇതുപോലെ ഓരോ നമ്പരെ ഇരട്ടിച്ചിരട്ടിച്ച് വരുന്നു. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ 2 വീതം കൂടിക്കൂടി വരുന്നു. 2, 4, 6, 8 ഈ ക്രമത്തിലാണ് സമാന്തര ശ്രേണി വരുന്നത്. ഇറ്റ്സ് ക്ലിയർ? ഓക്കെ. ജനസംഖ്യ വർധനവ് നിയന്ത്രിക്കുക മാത്രമാണ് പുരോഗതി കൈവരിക്കാനുള്ള ഏക മാർഗം. അപ്പോൾ ജനസംഖ്യ വർധനവ് നിയന്ത്രിക്കുക എന്നതാണ് പുരോഗതി കൈവരിക്കാനുള്ള ഏക മാർഗമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായിട്ട് ജനസംഖ്യ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കിയേ, പ്രതിരോധാത്മക നിയന്ത്രണങ്ങൾ എന്താണ്? പ്രിവെൻറ്റീവ് ചെക്സ്, വിവാഹം വൈകിപ്പിക്കൽ, ബ്രഹ്മചര്യം തുടങ്ങിയ പ്രതിരോധാത്മക നിയന്ത്രണത്തിൽ ഉൾപ്പെടുന്നതാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഗുണാത്മക നിയന്ത്രണങ്ങൾ. എന്താണ് ഗുണാത്മക നിയന്ത്രണങ്ങൾ? പോസിറ്റീവ് ചെക്സ്. എന്താണ് ഗുണാത്മക നിയന്ത്രണങ്ങൾ? യുദ്ധം, ക്ഷാമം, രോഗങ്ങൾ, പട്ടിണി തുടങ്ങിയവ ഗുണാത്മക നിയന്ത്രണങ്ങളാണ്. ജനസംഖ്യാ വർധനവ് കുറയാനുള്ള ശേഷി മനുഷ്യവർഗത്തിന് വളരെ പരിമിതമായി മാത്രമേയുള്ളൂ. അതിനാൽ ജനസംഖ്യ വളർച്ച നിയന്ത്രിക്കാൻ ഗുണാത്മക നിയന്ത്രണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നാണ് മാൽത്തസ് വിശ്വസിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നോക്കാം, അല്ലേ? കൊറോണ ബാധിച്ച് ലോകത്തിലെ പകുതി വിഭാഗം തന്നെ ഇല്ലാതായി. അപ്പോൾ ഇത് ഏത് നിയന്ത്രണത്തിൽ പെടുന്നതാണ്? ഗുണാത്മക നിയന്ത്രണത്തിൽ പെടുന്നതാണ്. ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കാൻ ഗുണാത്മക നിയന്ത്രണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നാണ് മാൽത്തസ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ അതിവേഗത്തിലുള്ള ജനസംഖ്യാ വർധനവ് ഉണ്ടായെങ്കിൽ പോലും ഭക്ഷ്യോൽപാദനം, ജീവിത നിലവാരവും ഉയർന്നുകൊണ്ടേയിരുന്നു. ഇതോടെ മാൽത്തൂസ്യൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രസക്തി കുറയാനായിട്ട് ഇടയാക്കി. ഓക്കെ. ജനന നിരക്ക് ഗണ്യമായി കുറഞ്ഞു. ജനന നിയന്ത്രണ മാർഗങ്ങളുടെ വ്യാപകമായ ഉപയോഗമാണ് ഇതിന് കാരണം. ജനന നിരക്ക് കുറഞ്ഞു. എന്താണ് കാരണം? ജനന നിയന്ത്രണ മാർഗങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചു. രണ്ടാമത്തെ ഭാഗം, പകർച്ചവ്യാധികൾ നിയന്ത്രിക്കപ്പെട്ടു. പണ്ടുകാലത്ത് പകർച്ചവ്യാധികൾ കൂടുതലാണ്. ചില രോഗത്തിനൊന്നും ഇപ്പോഴത്തെ അവസ്ഥ പോലെ ഈ കൊറോണയും എബോളയൊക്കെ വന്ന് പകർച്ചവ്യാധികൾ വന്ന് കുഷ്ഠമൊക്കെ വന്നതുപോലെ അതിനൊന്നും കറക്റ്റായിട്ട് മരുന്നുകളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കപ്പെട്ടു. വൈദ്യശാസ്ത്ര രംഗം പുരോഗതി വന്നു, അല്ലേ? വൈദ്യരംഗത്ത് വൻ പുരോഗതി ഉണ്ടായി. അപ്പോൾ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കപ്പെട്ടു. നെക്സ്റ്റ്, ഭക്ഷ്യോൽപാദന രംഗത്ത് പുരോഗതി ഉണ്ടായി. സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റമാണ് ഇതിന് കാരണം. ഭക്ഷ്യോൽപാദന രംഗത്ത് വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. ക്ലാസ് ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പറഞ്ഞ വീഡിയോയിൽ തന്നിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വളരെ നന്നായി നോട്ട്ബുക്കിൽ അന്നുള്ള കാര്യങ്ങൾ അന്നു തന്നെ ചെയ്യുക.
നോട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആകെ 2 പേരാണ് സബ്മിറ്റ് ചെയ്തത്. ബാക്കി ഉള്ളവർക്ക് ക്ലാസ് വർക്കിൻ്റെ മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ.